സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലാകുന്നു. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു. ഇന്ന് മുതൽ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാരുടെ സംഘടന അറിയിച്ചു. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ കടന്നുപോകുന്നത്. കുടിശ്ശിക വർദ്ധിച്ച സമയത്ത് തന്നെ കൃത്യമായി വിതരണക്കാർ മുന്നറിയിപ്പ് നൽകിയതാണ് വിതരണം നിർത്തിവെക്കുമെന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി വിതരണക്കാർ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 31 മുമ്പ് കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കാൻ വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചത്. 21 ഗവൺമെൻറ് കാത്ത് ലാബിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അറിയിച്ചിരുന്നു. അപ്പം ഓഗസ്റ്റ് മാസം നമുക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുമെന്നായിരുന്നു നമുക്ക് കിട്ടിയ ഉറപ്പ്. അപ്പം ഓഗസ്റ്റ് 30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല. കാരണം നമുക്ക് സ്റ്റോക്കുകളില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പാരൻറ്റ് കമ്പനി നമുക്ക് സ്റ്റോക്ക് തരുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയും പേയ്മെൻറ്റ് ഡിലേ ആയിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ നമ്മൾ കേരളത്തിൽ 21 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാത്ത് ലാബ്സിൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചാൽ സർക്കാരിന് കീഴിലെ 21 ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മാത്രം 42 കോടി രൂപയാണ് കുടിശ്ശിക. വിതരണക്കാരുടെ സംഘടന സൂപ്രണ്ടുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടിയാണ് ഇനി ആവശ്യം. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയാത്ത പാവപ്പെട്ട രോഗികളാണ് സർക്കാർ ആശുപത്രികളെ അഭയം തേടുന്നത്. അവിടെ നിന്നും കൃത്യമായ ചികിത്സ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നത് ഖേദകരമാണ്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലെ വിദേശ നിക്ഷേപത്തെക്കുറിച്ചൊക്കെ, വിദേശ കമ്പനികളുടെ നിക്ഷേപത്തെക്കുറിച്ചൊക്കെ ഇന്ന് മുഖ്യമന്ത്രി ആശങ്കപ്പെടുന്നത് കണ്ടു. ആശങ്ക ആത്മാർത്ഥമാണെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ ആശുപത്രികളിലെ നീരാളിപ്പിടുത്തത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ചെയ്യാവുന്നത് സർക്കാർ ആശുപത്രികളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനാവുന്ന തരത്തിൽ അവിടുത്തെ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ്. മിനിമം ശസ്ത്രക്രിയകളെങ്കിലും മുടങ്ങാത്ത തരത്തിൽ ഉപകരണങ്ങൾ ഉറപ്പാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്.